Dear students, നമ്മുടെ സിലബസിലുള്ള another important thingനെ കുറിച്ചാണ് that is related to SIRS ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. SIRSനകത്തെ സെലക്ഷൻ റൂൾസ്, സോ സർഫസ് സെലക്ഷൻ റൂൾസ് ഫോർ സെസ്. SIRSന്റെ സർഫസ് സെലക്ഷൻ റൂൾസ്. സോ സർഫസ് എൻഹാൻസ് റാമൻ സ്കാറ്ററിംഗ് ആണ്. അതിനകത്ത് എങ്ങനെ സർഫസ് നടക്കുന്നു, എപ്പോൾ എൻഹാൻസ്മെൻറ്റ് നടക്കുന്നു, എൻഹാൻസ്മെൻറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതിനുള്ള സെലക്ഷൻ റൂൾസ് എന്ന് പറയാം. ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത് തന്നെ ഒരു ശരിയല്ലാത്തൊരു കാര്യമുണ്ട്. ഇത് ആക്ച്വലി ഒബ്സർവേഷൻസ് ആണ്. ഇത് റൂൾസ് അല്ല, ഒബ്സർവേഷൻസ് ആണ്. കുറേ സ്റ്റഡീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ പറയുന്നത് സർഫസ് സെലക്ഷൻ റൂൾസ് എന്ന് പറഞ്ഞിട്ട്. സോ സെർസിനെ കുറിച്ച് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എപ്പോഴാണ് എൻഹാൻസ്മെൻറ്റ് ഉണ്ടാവുക, എൻഹാൻസ്മെൻറ്റ് എപ്പോഴാണ് കൂടുതലുണ്ടാവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഫസ്റ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മോളിക്യൂൾ, അതുപോലെ തന്നെ മെറ്റൽ സർഫസ് എത്രത്തോളം പ്രോക്സിമിറ്റിയിൽ വരണം, എങ്ങനെയാണ് അത് മോളിക്യൂളും അതുപോലെ തന്നെ സർഫസും തമ്മിൽ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഓറിയൻറ്റേഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എൻഹാൻസ്മെൻറ്റ് എത്രത്തോളം വരും എന്നുള്ളത് മോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത്, ആ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ മോഡ്സിനെ ഡിപ്പെൻഡ് ചെയ്ത്, ഓറിയൻറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്ത്. പിന്നെ സർഫസിൻ്റെ ഒരു ഒപ്റ്റിമം കോൺസെൻട്രേഷൻ ഉണ്ട്, ആ ഒരു കോൺസെൻട്രേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ആൻഡ് എബൌട്ട് ദി ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ദാറ്റ് യു ആർ യൂസിങ് ടു ഇറേഡിയേറ്റ് ദാറ്റ് പെർട്ടിക്കുലർ സാമ്പിൾ. നമ്മൾ യൂസ് ചെയ്യുന്ന ലേസറിൻ്റെ ഫ്രീക്വൻസിയെക്കുറിച്ച്. ഇത്രയും സെറ്റ് ഓഫ് കാര്യങ്ങൾ. അപ്പം എത്ര ക്ലോസ് ആയിട്ടിരിക്കണം, എങ്ങനെ ഇരിക്കണം, എന്ത് ഓറിയൻറ്റേഷനിലിരിക്കണം, എന്ത് മോഡിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, പിന്നെ എത്രത്തോളം കവർ ചെയ്തിരിക്കണം ആ മോളിക്യൂള്, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ലേസർ ഫ്രീക്വൻസി. ഇത്രയും കാര്യങ്ങളിലെ ഒരു സെറ്റായിട്ട് നമുക്കൊരു ബഞ്ച് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് പറയാൻ പറ്റും വെൻ യു ആർ സ്റ്റഡിയിങ് ദി സെർസ് ഓഫ് എ പർട്ടിക്കുലർ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ സെർസ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സെർസ് പറയുമ്പോൾ നമുക്കല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുമ്പോൾ സർഫസ് എൻഹാൻസ് റാമൻ സ്പെക്ട്രം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഓക്കെ ഇതിങ്ങനെ കിട്ടി, അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കാം എന്ന് നമുക്ക് പറയാം. സോ വി ആർ ഗോയിങ് ഫർദർ അബൌട്ട് ദാറ്റ്, ഗോയിങ് ടു ഡിസ്കസ് ഫർദർ അബൌട്ട് ദാറ്റ്. ദ ഫസ്റ്റ് സെലക്ഷൻ റൂൾ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന vibrations involving atoms that are close to the metal surface will be more enhanced. മെറ്റൽ സർഫസിന് അടുത്താണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോളിക്യൂൾ അല്ലെങ്കിൽ ആറ്റംസ്. ഏത് വൈബ്രേഷൻ കൺസിഡർ ചെയ്യുന്നോ ആ ഒരു കറസ്പോണ്ടിങ് വൈബ്രേഷൻ ഇൻവോൾവ് ആയിട്ടുള്ള ആറ്റംസ് സർഫസിന് ക്ലോസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി മോർ എൻഹാൻസ്മെൻറ്റ് വരും. അത് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് മെക്കാനിസവും അതുപോലെ തന്നെ സർഫസ് മെക്കാനിസവും പറയുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. കെമിക്കൽ മെക്കാനിസം പറയുമ്പോഴും ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ക്ലോസ് ആയിട്ടിരിക്കുവാണെങ്കിൽ എൻഹാൻസ്മെൻറ്റ് മാക്സിമം ആയിരിക്കും അല്ലെങ്കിൽ കൂടുതലായിരിക്കും. ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് പോയി കഴിയുമ്പം അതനുസരിച്ച് എൻഹാൻസ്മെൻറ്റ് കുറവായിരിക്കും. സോ ദാറ്റ് ഇസ് എ ഫസ്റ്റ് തിങ്. ആൻഡ് സെക്കൻഡ് തിങ് ഇസ് ഡയറക്റ്റായിട്ട് ബോണ്ടഡ് ആണെങ്കിൽ, സർഫസുമായിട്ട് ഡയറക്റ്റായിട്ട് ബോണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ, അതും കെമിസ് ഓപ്ഷൻ വഴി ഇങ്ങനെ ബോണ്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ, ഡയറക്റ്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ പോളറൈസേഷനിലും ചേഞ്ച് വരും, സർഫസിൻ്റെ അടുത്തും കൂടെയാണ്. അങ്ങനത്തെ ഒരു കേസിൽ ദർ വിൽ ബി മാക്സിമം എൻഹാൻസ്മെൻറ്റ്. പ്രൊനൗൺസ്ഡ് സെർസ് സ്പെക്ട്രം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. എൻഹാൻസ്മെൻറ്റ് വളരെയധികമായിരിക്കും ഡയറക്റ്റ് ബോണ്ടിങ് എന്ന് കഴിയുമ്പോൾ. സോ ക്ലോസ് ആയിട്ടിരിക്കണം, ബോണ്ട് ചെയ്തിരിക്കണം. ആൻഡ് ദെൻ വി ആർ ഗോയിങ് ടു സേ അബൌട്ട് ദി ഓറിയൻറ്റേഷൻ. സോ വൈബ്രേഷൻസ് ഹാവിങ് ലാർജർ കമ്പോണൻറ്റ് of dipole moment in a direction normal to the surface will be enhanced more. നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വൈബ്രേഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ വൈബ്രേഷൻ ആ ഒരു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഓറിയൻറ്റേഷൻ ഇങ്ങനെ വരാം, വേണേൽ ഇങ്ങനെ വരാം, ഇങ്ങനെ വരാം. അതിൻ്റെ ഓറിയൻറ്റേഷൻ ഓരോ മോഡ്സ് വേരി ചെയ്യുന്നതനുസരിച്ച് ഈ ഒരു മോഡിൽ വൈബ്രേറ്റ് ചെയ്യുന്ന മോളിക്യൂൾ ആണെങ്കിൽ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ ഒരു സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന കേസിലാണെങ്കിൽ അവിടെ എൻഹാൻസ്മെൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ മോഡിനകത്ത് സെർസിൻ്റെ എൻഹാൻസ്മെൻറ്റ് നമുക്ക് വളരെയധികം കാണാൻ പറ്റും കമ്പയർഡ് ടു ദി അതർ മോഡ്സ്. സോ whenever you are considering a vibrational mode, the larger component of dipole moment, if it is normal to the surface, then there will be maximum enhancement. Along with that orientation അല്ലെങ്കിൽ മോഡ്സിനെ കുറിച്ച് പറയാം. Molecules when adsorbed flat with respect to the metal surface. ഒരു മെറ്റൽ സർഫസിന് ഫ്ലാറ്റ് ആയിട്ടാണ് മോളിക്യൂള് അഡ്സോർബ് ചെയ്യപ്പെട്ടിരിക്കുന്നതെങ്കിൽ the out of plane bending modes will be enhanced more.
ഔട്ട് ഓഫ് പ്ലെയിൻ bending modes will be enhanced more. കാരണം അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഓറിയൻറ്റേഷൻ ഇങ്ങനെ വരിക. അതർവൈസ് that particular mode will be parallel to that particular plane. സർഫസിന് പാരലായിട്ട് വരും. ആ ഒരു കേസിൽ എന്താ എൻഹാൻസ്മെൻറ്റ് വരില്ല. ഔട്ട് ഓഫ് പ്ലെയിൻ മോഡ്സ് ആകുമ്പം കുറച്ചും കൂടെ എൻഹാൻസ്ഡ് ആയിട്ട് വരും. വെൻ ദി മോളിക്യൂൾ ഈസ് അഡ്സോർബ്ഡ് പെർപെൻഡിക്കുലർ then the in-plane bending modes will be enhanced more. പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോളിക്യൂൾ അഡ്സോർബ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ then in-plane bending modes. In-plane bending modes are corresponding to the plane of the molecule. In-plane bending modes will be more enhanced. If you are looking at a particular molecule surface enhanced Raman spectra and you are seeing that both in-plane and out-of-plane bending modes are equally enhanced. Random enhanced ആണെങ്കിൽ that means the molecule is oriented in a tilted fashion. ഒരു particular tilted ഫാഷനിലായിരിക്കും ആ ഒരു particular moleculeന് അവിടെ ഓറിയൻറ്റേഷൻ നടക്കുന്നത്. ആ tilted ഫാഷൻ ആയതുകൊണ്ടാണ് അതിൻ്റെ ഇൻ പ്ലെയിനും ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ് മോഡ്സും ഈക്വലി എൻഹാൻസ്ഡ് ആയിട്ട് വരുന്നത്. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദ ഓറിയൻറ്റേഷൻ ആൻഡ് ബെൻഡിങ് മോഡ്സ്, പല ബെൻഡിങ് മോഡ്സിനെ കുറിച്ചുള്ള കാര്യം. ആൻഡ് അബൌട്ട് സിമെട്രിക് ആൻഡ് അസിമെട്രിക് മോഡ്സ്, സിമെട്രിക് മോഡ്സിൻ്റെ കേസിൽ ദി ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി will be very much lower frequency ഷിഫ്റ്റേ ഉണ്ടാവുള്ളൂ. എൻഹാൻസ്മെൻറ്റ് ഉണ്ടാകും, പക്ഷേ ഫ്രീക്വൻസി ഷിഫ്റ്റ് വളരെ ലോവർ ആയിരിക്കും. അസിമെട്രിക് മോഡിൻ്റെ കേസിൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് അപ്രീഷ്യബിൾ ആയിരിക്കും, രാമൻ ഷിഫ്റ്റ് അപ്രീഷ്യബിൾ ആയിരിക്കും, ബട്ട് ദി എൻഹാൻസ്മെൻറ്റ് വിൽ ബി വെരി മച്ച് ലോവർ. ഷിഫ്റ്റും അതുപോലെ തന്നെ എൻഹാൻസ്മെൻറ്റും ഒരുമിച്ച് നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന റെയറായിട്ടേ പറ്റുള്ളൂ. സോ സിമെട്രിക് മോഡ്സിനകത്ത് എൻഹാൻസ്മെൻറ്റ് വളരെ അധികമായിരിക്കും, പക്ഷേ ഷിഫ്റ്റ് കുറവായിരിക്കും. ആൻഡ് അസിമെട്രിക് മോഡിനകത്ത് ഷിഫ്റ്റ് കുറവായിരിക്കും, പക്ഷേ എൻഹാൻസ്മെൻറ്റ് ഷിഫ്റ്റ് കൂടുതലായിരിക്കും, പക്ഷേ എൻഹാൻസ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ആൻഡ് ബോത്ത് ഷിഫ്റ്റും അതുപോലെ തന്നെ എൻഹാൻസ്മെൻറ്റും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് അബൌട്ട് another thing, that is there is a optimum concentration of the absorbate. നമ്മൾ അനലൈസ് ചെയ്യുന്ന മോളിക്യൂൾ അതിൻ്റെ ഒരു ഒപ്റ്റിമം കോൺസെൻട്രേഷൻ ഉണ്ട്, where you will be having maximum SIRS, optimum concentration. സോ ആ ഒരു ഒപ്റ്റിമം കോൺസെൻട്രേഷനിലായിരിക്കും നിങ്ങൾക്ക് മാക്സിമം SIRSൻ്റെ എൻഹാൻസ്മെൻറ്റ് കാണാൻ പറ്റുന്നത്. ആൻഡ് ദാറ്റ് പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കറസ്പോണ്ട്സ് ടു ദ മോണോലെയർ ഫോർമേഷൻ. ആ ഒരു കോൺസെൻട്രേഷന് കുറവോ കൂടുതലോ വന്നിട്ടുണ്ടെങ്കിൽ മോണോലെയർ ഒന്നെങ്കിൽ ഫോം ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ബൾക്കിലേക്കുള്ളൊരു ട്രാൻസിഷനിലേക്ക് വരും. സോ മോണോലെയർ ഫോം ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ വിൽ ബി കറസ്പോണ്ടിങ് ടു ദാറ്റ് മാക്സിമം SIRS, മാക്സിമം സർഫസ് എൻഹാൻസ്മെൻറ്റ്. സോ അതർ കോൺസെൻട്രേഷൻസിൽ മൾട്ടിലെയേഴ്സ് ഫോം ചെയ്യും, ബൾക്കായിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ ആയിരിക്കും മാനിഫെസ്റ്റഡ് ആയിട്ട് വരിക. ബട്ട് at a particular concentration the molecule will be forming a monolayer, and that particular concentration will be giving you maximum enhancement, surface enhancement. And coming to the last selection rule, that is when the frequency of the emitting radiation matches with the plasmon resonance frequency of the colloidal particle, then there will be maximum best SIRS സ്പെക്ട്രം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷനും അതുപോലെ തന്നെ SPR ബാൻഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസിയും സെയിം ആയിട്ട് വരുമ്പോൾ യു വിൽ ബി ഒബ്സർവിങ് ബെസ്റ്റ് SIRS. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബേസിക് ആയിട്ട് സർഫസ് സെലക്ഷൻ റൂൾസ് എന്ന് പറയുന്നത്. ക്ലോസ് ആയിരിക്കണം, ബോണ്ട് ഡയറക്റ്റായിട്ട് ബോണ്ട് ചെയ്തിരിക്കണം ആ പർട്ടിക്കുലർ മോളിക്യൂൾ, ആൻഡ് ഡൈപോൾ മൊമെൻ്റ് കമ്പോണൻറ്റ് ലാർജസ്റ്റ് കമ്പോണൻറ്റ് ഷുഡ് ബി normal to the surface, and symmetric modes will be showing small shift with high enhancement, and asymmetric mode will be showing appreciable shift with low enhancement. And frequency the case shift in frequency and enhancement will be simultaneously observed rarely. And out of plane bending അതുപോലെ തന്നെ various bending modesum അതുപോലെ തന്നെ നമുക്ക് molecular orientationും കമ്പയർ ചെയ്യാൻ പറ്റും.
ഔട്ട് ഓഫ് പ്ലെയിൻ മോളിക്യൂൾ നമ്മുടെ കറസ്പോണ്ടിങ് സർഫസ് പ്ലെയിനിൽ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ ഔട്ട് ഓഫ് പ്ലെയിൻ ബെൻഡിങ്സ് ആണ് എൻഹാൻസ്ഡ് ആയിട്ട് വരുന്നത്. മോളിക്യൂൾ ഇഫ് ഇറ്റ് ഈസ് perpendicular to the surface, then in-plane bending ആയിരിക്കും enhanced ആവുന്നത്. If tilted orientation is there, you will be seeing enhancement in both the out of plane as well as in-plane bending, and there is optimum concentration at which you will be observing maximum SIRS, and that is a monolayer concentration at which a monolayer will be formed. And if you are going further to a higher concentration, there will be ഡിക്രീസ് ഇൻ സേഴ്സ്. അവിടെ ബൾക്കിൻ്റെയോ അല്ലെങ്കിൽ മൾട്ടി ലെയറിൻ്റെയോ ഒക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും ഒബ്സർവ് ചെയ്യുന്നത്. ആൻഡ് ബെസ്റ്റ് സേഴ്സ് ഒബ്സർവ് ചെയ്യുന്നത് ദ ഫ്രീക്വൻസി അറ്റ് വിച്ച് എമിഷൻ ഈസ് ഈക്വൽ ടു ദി SPR അബ്സോർപ്ഷൻ ഫ്രീക്വൻസി. SPRൻ്റെ നാനോ പാർട്ടിക്കിളിൻ്റെയോ അല്ലെങ്കിൽ മെറ്റൽ സർഫസിൻ്റെയോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള SPR ബാൻഡിൻ്റെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിട്ട് വരുമ്പോഴാണ് ബെസ്റ്റ് സേഴ്സ് വിൽ ബി ഒബ്സർവ്ഡ്. സോ ദിസ് ആർ ദ ബേസിക് തിങ്സ് റിഗാർഡിംഗ് the selection rules, surface selection rules in surface enhanced Raman spectroscopy or surface enhanced Raman scattering. I hope it is clear. Thank you.